പെരിന്തൽമണ്ണ നഗരസഭ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ പാലിയേറ്റീവ് കെയർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസിൽ വെച്ച് നടന്ന കുടുംബസംഗമം ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടെന്നും അത്തരം ആളുകൾക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ആശ്വാസം പകർന്നു നൽകാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുക്കണമെന്നും ഇത്തരം ആളുകളുടെ ചികിത്സയും പരിചരണവും അവരുടെ കുടുംബത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണെന്നും ചെയർമാൻ സൂചിപ്പിച്ചു. അവർ പ്രത്യേക ദിവസമായി പാലിയേറ്റീവ് പരിചരണ ദിനത്തിലെ പ്രത്യേക പരിപാടിയായിട്ടൊന്നും നമ്മളാരും കാണുന്നു. എന്നാൽ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അതോടൊപ്പം കുറേ ആളുകളെ കൂടി ഇതിന് കണ്ടു ചേർക്കേണ്ടതുണ്ട്. അവരെ കണ്ടു തുറപ്പിക്കാൻ ബോധവൽക്കരണം നടത്താനൊക്കെ ഇത്തരം ദിനങ്ങൾ പ്രചോദനമാകുമെന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ ജനുവരി 15 സംസ്ഥാനത്ത് പാലിയേറ്റീവ് ഡേ ആയി പ്രഖ്യാപിച്ചു. ഇപ്പോൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നു. ഞാനിപ്പോൾ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പായി 2 പാലിയേറ്റീവ് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പരിപാടി നമ്മുടെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളുടെ പ്രചരണം അത് വേറൊരു ആളുകൾ നടത്തുന്നതാണ്, വേറൊരു കൂട്ടായ്മ നടത്തുന്നതാണ്. മറ്റൊരു കൂട്ടായ്മ നടത്തുന്ന മറ്റൊരു പരിപാടി. വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, കെ ഉണ്ണികൃഷ്ണൻ, നെച്ചിയിൽ മൻസൂർ, സാന്ത്വനം കോർഡിനേറ്റർ സലീം കീഴ്ശ്ശേരി എന്നിവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും പാലിയേറ്റീവ് കെയർ പരിചരണ പ്രവർത്തകരെ ആദരിക്കലും നടന്ന പരിപാടിയിൽ ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. ക്ലീൻ സിറ്റി മാനേജർ വത്സൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.